ഒരു ഇന്ത്യക്കാരി സ്വന്തം മകളെ കൊലപ്പെടുത്തുക, ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുക. ഓമനപ്പുഴയിൽ നമ്മൾ കണ്ടു, അച്ഛനും അമ്മയും അമ്മാവൻ കൊലപാതക കേസ് മറച്ചു വെച്ചതേ ഉള്ളൂ. ഇത് ഒരു അമ്മയാണ്. അമ്മ ഏഞ്ചലിൻ്റെ കൈ പിടിച്ചു വെച്ച് കൊടുത്തപ്പോൾ അച്ഛൻ ജോസ്മോൻ ഏഞ്ചലിൻ്റെ കഴുത്ത് ഞെരിച്ച് കൊന്നതാണ് കേരളത്തിൽ നിന്ന് പുറത്തു വന്ന വാർത്ത. ആ ഏഞ്ചലിന് 28 വയസ്സ് പ്രായമുണ്ടായിരുന്നു. പക്ഷേ തത്തിക്കളിക്കുന്ന പിഞ്ചോമന 4 വയസ്സുകാരിയെ ഒരു അമ്മ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്ന് പറയുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടോ? അത് ഒരു ഇന്ത്യൻ വംശജ. നേഹ ഗുപ്തയാണ് ഈ കേസിലെ പ്രതി. അവർ ശിശുരോഗ വിദഗ്ധ കൂടിയാണ്. കുട്ടികളെ പരിപാലിക്കുന്ന ഡോക്ടർ കൂടിയാണ് ഈ നേഹ ഗുപ്ത. ഇന്ത്യയിലല്ല നടന്നത്, കേരളത്തിലുമല്ല ഈ കൊലപാതകം നടന്നത് അമേരിക്കയിലാണ്. അമേരിക്കയിലെ മിയാമി എന്ന പട്ടണത്തിലാണ് ഈ കൊലപാതകം നടന്നത്. എൻ്റെ കഥ ഞാൻ പറയാം. ഈ നേഹ ഗുപ്തയും അവരുടെ ആദ്യ ഭർത്താവും തമ്മിൽ പിണക്കത്തിലാണ്. ആദ്യ ഭർത്താവിനൊപ്പമാണ് ഇവരുടെ മൂത്ത മകൾ ആര്യ എന്ന് പറയുന്ന പെൺകുട്ടി. ആര്യ തലാത്ത് എന്നാണ് ആ പെൺകുട്ടിയുടെ പേര്. ഈ മരിച്ചുപോയ 4 വയസ്സുകാരുടെ പേര് ആര്യ തലാത്ത് അവരുടെ ഭർത്താവിനൊപ്പമാണ് നിൽക്കുന്നത്. പിണങ്ങി കഴിയുകയാണ്, ഭർത്താവുമായി വേർപിരിഞ്ഞ് കഴിയുകയാണ് നേഹ ഗുപ്ത, ആദ്യ ഭർത്താവ്. ഈ നേഹ ഗുപ്ത ഈ പെൺകുട്ടിയെ കൈപ്പറ്റുന്നു. പെൺകുട്ടിയെ എന്ന അവധിക്ക് കൊണ്ടുപോകുന്നു. ഇവരുടെ ഹ്രസ്വകാല വാടക വീട്ടിലായിരുന്നു ഈ കുട്ടിയും അമ്മയും ഉള്ളത്. അമ്മയാണല്ലോ അമ്മയും കുട്ടിയും മാത്രമേ ഉള്ളൂ ആ വീട്ടിൽ. ഇക്കഴിഞ്ഞ ജൂൺ 27 പുലർച്ചെ 4:30 911 എന്ന എമർജൻസി നമ്പറിലേക്ക് പോലീസിന് ഒരു വിളി വരുന്നു. പോലീസ് ഫോൺ അറ്റൻഡ് ചെയ്യുമ്പോൾ മറുപുറത്ത് നേഹ ഗുപ്തയാണ്. നേഹ ഗുപ്ത പറയുന്നു, എൻ്റെ മകൾ നീന്തൽക്കുളത്തിൽ വിളിച്ചു, റെസിഡൻഷ്യൽ സ്വിമ്മിംഗ് പൂളിൽ വീണു, നിങ്ങൾ വരണം, രക്ഷിക്കണം എന്നായിരുന്നു ആ വിളി. പോലീസുകാർ ഉടനെ തന്നെ ചീറിപ്പാഞ്ഞ സ്ഥലത്തെത്തി. പോലീസുകാർ കുട്ടിയെ കുളത്തിൽ നിന്ന് പൊക്കിയെടുത്തു. എന്നിട്ട് തൊട്ടടുത്ത ആശുപത്രിയിലെത്തിച്ചു. കുട്ടി ബ്രോഡ് ഡെഡാണ്. കുട്ടിയെ മരിച്ച നിലയിലാണ് ആശുപത്രിയിലെത്തിച്ചത്. പോലീസിന് സംശയം, ഈ കുട്ടി എങ്ങനെ ഈ പുലർച്ചെ നീന്തൽക്കുളത്തിൽ വീണു? ഒന്നാമത്തെ സംശയം. മെഡിക്കൽ എക്സാം ചെയ്ത ഡോക്ടർ പറഞ്ഞു, കുട്ടി വെള്ളത്തിൽ വീണ് മരിച്ചതല്ല. വെള്ളത്തിൽ മുങ്ങി മരിച്ചതാണെങ്കിൽ, അതായത് സ്വാഭാവികമായും വെള്ളത്തിൽ മുങ്ങി മരിക്കുകയാണെങ്കിൽ ശ്വാസകോശത്തിലും അന്നനാളത്തിൽ ജലത്തിലെ എന്തെങ്കിലും പാടുകൾ ഉണ്ടാകും. പാടയോ പൂപ്പലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകും. ആമാശയത്തിൽ ജലത്തിൻ്റെ സാന്നിധ്യമുണ്ടാകും, ശ്വാസകോശത്തിലും ജലത്തിൻ്റെ സാന്നിധ്യമുണ്ടാകും. ഇത് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. കുട്ടിയുടെ വയറിലോ ശ്വാസനാളത്തിലോ അന്നനാളിയിലോ ശ്വാസകോശത്തിലോ ജലാംശമില്ല, കുളത്തിലെ ജലാംശമില്ല. അപ്പോൾ ഇത് ഒരു പ്ലാൻഡ് മർഡറാണ്. മാത്രമല്ല കുട്ടിയുടെ കവിളുകളിലും വായിലും മൂക്കിലുമൊക്കെ അമർത്തിപ്പിടിച്ചതിൻ്റെ പാട് ഡീറ്റെയിൽഡ് എക്സാമിൽ ഒരുപക്ഷെ ഈ അമ്മ കരുതി കാണും, ശിശുരോഗ വിദഗ്ധയാണ്, പെട്ടെന്ന് നോക്കുമ്പോൾ ഈ കൈ അമർത്തിയതൊന്നും കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ കാണാൻ കഴിഞ്ഞു എന്ന് വരില്ല. പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പാട് കാണില്ല. പക്ഷേ ഒരു മെഡിക്കൽ എക്സാമിന് ഫോറൻസിക് സർജനൊക്കെ നോക്കുന്നത് ലെൻസ് വെച്ചും അത്യാധുനിക ഉപകരണങ്ങൾ വെച്ചൊക്കെ പരിശോധിക്കുമ്പോൾ ഈ കോശങ്ങൾ അമർന്നതിൻ്റെയൊക്കെ പാട് അവർക്ക് മനസ്സിലാകും. അങ്ങനെയുള്ള പാടുകൾ ഈ ആര്യ തലാത്തിൻ്റെ ബോഡിയിൽ കണ്ടു. മൂക്ക്, വായ, കവിളൊക്കെ അമർത്തി പിടിച്ചു തരുന്നതിൻ്റെ പാടുണ്ട്. പോലീസ് കുട്ടിയുടെ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റിയ ശേഷം നേരെ നേഹ ഗുപ്തയെ അറസ്റ്റ് ചെയ്യാൻ വന്നു. കസ്റ്റഡിയിലെടുത്തു. ചോദിച്ചു, എന്താണ് മോൾക്ക് സംഭവിച്ചത്? നേഹ ഗുപ്ത ഒരു കൂസലുമില്ലാതെ പറഞ്ഞു, ഞാനും മകളും മാത്രമായിരുന്നു ഹ്രസ്വകാല വാടക വീട്ടിൽ ഉണ്ടായിരുന്നത്. പുലർച്ചെ ഞാൻ നോക്കുമ്പോൾ മകൾ എൻ്റെ അടുത്തില്ല. ഞാൻ വീട്ടും പരിസരത്തും പരിശോധിച്ചപ്പോൾ കുളത്തിൻ്റെ സമീപം കുട്ടിയുടെ ടോയ്സും അതുപോലെ ചെരുപ്പൊക്കെ കാണുന്നു, അല്ലെങ്കിൽ അങ്ങനെ കാണുന്നു. കുട്ടി കുളത്തിൽ വീണു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെയാണ് ഞാൻ നിങ്ങളെ വിളിച്ചത്. ഈ മൊഴിയിൽ നിന്ന് നേഹ ഗുപ്ത മാറുന്നേയില്ല. പോലീസ് ആവർത്തിച്ച് പറഞ്ഞു, ഈ പെൺകുട്ടി കുളത്തിൽ വീണതല്ല, നിങ്ങൾ കുളത്തിൽ വലിച്ചെറിഞ്ഞതാണ്. നിങ്ങൾ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ ശേഷം, നിങ്ങളൊരു അമ്മയാണെങ്കിൽ എങ്ങനെ ഇങ്ങനെ ചെയ്യാൻ കഴിയും? നിങ്ങൾ കൊലപ്പെടുത്തിയ ശേഷം പെൺകുട്ടിയെ ഈ നീന്തൽക്കുളത്തിലേക്ക് വലിച്ചെറിഞ്ഞതാണ് എന്നാണ് തെളിവുകൾ സൂചിപ്പിക്കുന്നത്. സാഹചര്യ തെളിവുകൾ മാത്രമല്ല, മെഡിക്കൽ എക്സാമിനർ കൃത്യമായി റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഇതാണ് സംഭവം. പോലീസ് നേഹ പറഞ്ഞതൊന്നും കേൾക്കാണ്ടില്ല. അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ഫ്ലോറിഡയിലേക്ക് മാറ്റി. ഞാൻ പറഞ്ഞു വരുന്നത്, അമ്മയാണ് പെറ്റമ്മ. ഭർത്താവിനോടുള്ള പക തീർക്കാനായിരിക്കാം ഒരുപക്ഷെ ആര്യ തലാത്ത് എന്ന 4 വയസ്സുകാരിയെ നേഹ ഗുപ്ത എന്ന ഇന്ത്യൻ വംശജ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയത്. എന്നിട്ട് ഒരു കൂസലുമില്ലാതെ അവർ പറയുകയാണ്, മകൾ നീന്തൽക്കുളത്തിൽ വീണ് മരിച്ചതാണെന്ന്. ഇതൊരു ഞെട്ടിക്കുന്ന കൊലപാതക വാർത്തയാണ്. നമ്മുടെ അടുത്ത് സംഭവിച്ചത് അല്ലെങ്കിലും, അതായത് കേരളത്തിലോ ഇന്ത്യക്കകത്തോ സംഭവിച്ചത് അല്ലെങ്കിൽ പോലും, ഇത് മറ്റ് ഏതൊരു ക്രൂരതയേക്കാൾ ഏറ്റവും വലിയ ക്രൂരത തന്നെയാണ് അമേരിക്കയിലെ മിയാമിയിൽ നടന്ന വലിയ ക്രൂരത. സ്വന്തം അമ്മ 4 വയസ്സുകാരിയായ മകളെ ശ്വാസം മുട്ടിച്ചു കൊന്ന സംഭവം.